ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളുടെ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ കഥകളും ഊർജവുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന അധികാരത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിജയതൃഷ്ണയുടെയും ഒരു അപൂർവ സംഗമമാണ് വിശാഖം നക്ഷത്രം. ആകാശഗംഗയിലെ 16ാമത്തെ ഈ നക്ഷത്രം കേവലം ഒരു ജന്മനക്ഷത്രം മാത്രമല്ല, മറിച്ച് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കാൻ ജനിച്ച ഒരു പോരാളിയുടെ അടയാളമാണ്. ഇന്ദ്രനും അഗ്നിയും ഒരേപോലെ അതീശത്വം പുലർത്തുന്ന ഇന്ദ്രാഗ്നിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. സ്വർഗാധിപനായ ഇന്ദ്രന്റെ അധികാരവും സർവ്വതിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നിയുടെ തേജസ്സും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രക്കാർ ജന്മനാ തന്നെ ഒരു പ്രത്യേക കാന്തിക വലയത്തിന് ഉടമകളായിരിക്കും. വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങളിലൊന്ന് കുലാല ചക്രം അഥവാ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന കളിമൺ ചക്രമാണ്. നിശ്ചലമായി ഇരിക്കുന്ന ഒരു ചക്രം വേഗതയിൽ കറങ്ങുമ്പോൾ മനോഹരമായ രൂപങ്ങൾ പിറവിയെടുക്കുന്നു. അതുപോലെ തന്നെയാണ് വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതവും. അവർ നിരന്തരം കർമ്മനിരതരായിരിക്കും. വിശ്രമത്തെക്കാൾ അധികം അധ്വാനത്തിന് പ്രാധാന്യം നൽകുന്ന ഇവർ കഠിനമായ പ്രയത്നത്തിലൂടെ തങ്ങളുടെ ജീവിതത്തെ സ്വയം വാർത്തെടുക്കുന്നു. ഒരു ശില്പി കല്ലിനെ ശിലയാക്കി മാറ്റുന്നത് പോലെ തങ്ങളുടെ പരിമിതികളെ ഇവർ കരുത്താക്കി മാറ്റുന്നു. ജ്യോതിഷപരമായി വിശാഖം നക്ഷത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആദ്യ 3 പാദങ്ങൾ തുലാം രാശിയിലാണ്. ഇവിടെ വ്യാഴത്തിന്റെ വിവേകവും ശുക്രന്റെ സൗന്ദര്യവും നീതിബോധവും ഒത്തുചേരുന്നു. എന്നാൽ 4ാം പാദം വൃശ്ചികം രാശിയിലാണ് വരുന്നത്. ഇവിടെ ചൊവ്വയുടെ വീര്യവും വ്യാഴത്തിന്റെ ബുദ്ധിയും കൂടി ചേരുമ്പോൾ അതൊരു അപൂർവ ശക്തിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് 2 ഭാവങ്ങളുണ്ട്. പുറമേ ശാന്തരാണെങ്കിലും ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം അവർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും. വിശാഖം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ അടക്കാനാവാത്ത വിജയതൃഷ്ണയാണ്. തോൽക്കാൻ ഇവർക്ക് മടിയാണ്. ഒരിക്കൽ ഒരു വഴി തിരഞ്ഞെടുത്താൽ അതിൽ എത്ര വലിയ മുള്ളുകൾ ഉണ്ടെങ്കിലും അവർ മുന്നോട്ട് തന്നെ നീങ്ങും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന ചിന്താഗതി ചിലപ്പോൾ ഇവർക്കുണ്ടാകാം. ഇന്ദ്രനെ പോലെ സിംഹാസനങ്ങൾ മോഹിക്കുന്നവരും അഗ്നിയെപ്പോലെ തടസ്സങ്ങളെ ദഹിപ്പിച്ച് കളയുന്നവരുമാണ് ഇവർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും നേതൃസ്ഥാനങ്ങളിൽ വിശാഖം നക്ഷത്രക്കാരെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ദേവഗുരുവായ വ്യാഴമധിപനായ നക്ഷത്രമായതുകൊണ്ട് തന്നെ അറിവിനോടുള്ള ആദരവ് ഇവരുടെ രക്തത്തിലുണ്ട്. കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഒരു തോരണം പോലെ ഇവർ സമൂഹത്തിന് അലങ്കാരമായിരിക്കും. ഏതു സദസ്സിലും ശ്രദ്ധിക്കപ്പെടുന്ന സംസാര ശൈലിയും ആരെയും ആകർഷിക്കുന്ന ആഭിജാത്യവും ഇവരുടെ പ്രത്യേകതയാണ്. ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് വിശാഖം നക്ഷത്രക്കാരുടെ സങ്കീർണവും എന്നാൽ അതിശക്തവുമായ ആ വ്യക്തിത്വത്തിലേക്കാണ്. അവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം മേഖലകളിലാണ് അവർക്ക് ശോഭിക്കാൻ കഴിയുക? അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു സമഗ്രമായ വിശകലനമാണ് ഈ വീഡിയോ. ലക്ഷ്യബോധം കൊണ്ട് ചരിത്രം കുറിക്കാൻ ജനിച്ച വിശാഖം നക്ഷത്രക്കാരുടെ ആവേശകരമായ ജീവിത വഴികളിലേക്ക് നമുക്ക് കടക്കാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ആരോഗ്യവും ശരീരപുഷ്ടിയും ഉണ്ടായിരിക്കും. ആകർഷകമായ രൂപവും തേജസ്സും ഇവരുടെ പ്രത്യേകതയാണ്. ജാതകത്തിൽ മറ്റു ദോഷങ്ങളില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാറില്ല. എങ്കിലും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ജനനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രമേഹം തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ശക്തമായ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ശോഭിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നേതൃപാടവം ഇവരുടെ കൂടപ്പിറപ്പാണ്. കുടുംബത്തോട്, പ്രത്യേകിച്ച് ഭാര്യയോട് അതിയായ സ്നേഹവും അടുപ്പവും കാണിക്കുന്നവരാണിവർ. ചിലരിൽ മദ്യപാനം പോലുള്ള ദുശ്ശീലങ്ങൾ രഹസ്യമായി കൊണ്ടു നടക്കാനുള്ള പ്രവണതയും കാണാം. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഇവർക്ക് മടിയാണ്. പിതാവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല. സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹം ചെറുപ്പം മുതലേ ഇവരിൽ ഉണ്ടാകും. ബാല്യകാലം അത്ര സുഖകരമായിരിക്കില്ലെങ്കിലും യൗവനത്തോടെ ജീവിതത്തിൽ പുരോഗതിയുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും സൽസ്വഭാവികളും ആയിരിക്കും. അടക്കവും ഒതുക്കവും ഇവരുടെ പ്രത്യേകതയാണ്. ആഡംബരങ്ങളിലും ആഭരണങ്ങളിലും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല. ഈശ്വരവിശ്വാസവും ധർമ്മനിഷ്ഠയും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഭർത്താവിനോട് അതിയായ സ്നേഹവും കൂറും പുലർത്തുന്നവരാണിവർ. കുടുംബകാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സംഭാഷണപ്രിയരായ ഇവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനും ഇവർ ശ്രദ്ധിക്കും. പ്രണയത്തിലും ദാമ്പത്യത്തിലും ചില തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയും കൂടുതലുള്ളതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ
വിജയിക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തും. തൊഴിൽപരമായി ഇവർക്ക് വൈവിധ്യമാർന്ന മേഖലകളിൽ വിജയിക്കാൻ സാധിക്കും. ബിസിനസ്, ബാങ്കിംഗ്, ട്രാവൽ ഏജൻസി, ഷിപ്പിംഗ്, വ്യോമയാനം, ഷെയർ മാർക്കറ്റ്, നിയമം, ഓഡിറ്റിംഗ്, അധ്യാപനം, വൈദ്യശാസ്ത്രം, സിനിമ, പത്രപ്രവർത്തനം, കല, ഫാഷൻ ഡിസൈനിംഗ്, രാഷ്ട്രീയം, സൈന്യം, പോലീസ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. സ്വന്തമായി ആശയങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്തി പ്രവർത്തിക്കുന്നതിനാൽ ഏതു രംഗത്തും ഇവർക്ക് വിജയം കൈവരിക്കാനാകും. വിശാഖം നക്ഷത്രക്കാർ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ്. പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുടെ വികാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത് ഇതിനൊരു കാരണമാകാം. എങ്കിലും പൊതുവെ കുടുംബം നോക്കുന്നതിൽ ഇവർ സമർത്ഥരായിരിക്കും. വിശാഖം നക്ഷത്രം 4 പാദങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ 3 പാദങ്ങൾ തുലാം രാശിയിലും അവസാന പാദം വൃശ്ചിക രാശിയിലുമാണ് വരുന്നത്. ഓരോ പാദത്തിൽ ജനിച്ചവർക്കും സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ കാണാം. വിശാഖം 1-ാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർ ചൊവ്വയുടെ സ്വാധീനത്തിലായിരിക്കും. ഇവർക്ക് ധൈര്യവും നിശ്ചയദാർഢ്യവും കൂടുതലായിരിക്കും. വിശാഖം 2-ാം പാദം നോക്കുമ്പോൾ ശുക്രന്റെ സ്വാധീനത്തിലുള്ള ഈ പാദത്തിൽ ജനിച്ചവർക്ക് സൗന്ദര്യബോധവും കലാപരമായ കഴിവുകളും കൂടുതലായിരിക്കും. വിശാഖം 3-ാം പാദം നോക്കുമ്പോൾ ബുധന്റെ സ്വാധീനത്തിൽ വരുന്ന ഇവർക്ക് നല്ല സംസാരശേഷിയും ബുദ്ധികൂർമ്മതയും ഉണ്ടാകും. വിശാഖം 4-ാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർ വളരെ ഒതുങ്ങിക്കഴിയുന്നവരായിരിക്കും. ഇവർക്ക് ചന്ദ്രന്റെ സ്വാധീനമുണ്ടാകും. ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരും ഉയർന്ന ആദർശങ്ങളുള്ളവരുമായിരിക്കും. വിശാഖം നക്ഷത്രജാതരുടെ ദോഷങ്ങൾ അകറ്റാൻ പ്രധാനമായും ആരാധന, വ്രതാനുഷ്ഠാനങ്ങൾ, രത്നധാരണം, വൃക്ഷാരാധന, ദാനധർമ്മങ്ങൾ എന്നിങ്ങനെ പല വഴികളുണ്ട്. ഇവയെല്ലാം ശ്രദ്ധയോടും ഭക്തിയോടും അനുഷ്ഠിക്കുന്നത് ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ വ്യാഴപ്രീതി നേടുന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിനായി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് അത്യുത്തമമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ഭക്തിയോട് ജപിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കും. വിശാഖം നക്ഷത്രത്തിന്റെ ദേവതകളിൽ ഒരാളായി സുബ്രഹ്മണ്യനെയും കണക്കാക്കി വരുന്നു. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും പൂജകളും വിശാഖം നാളുകാർക്ക് ഉത്തമമാണ്. വൃശ്ചിക കൂറിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് ഗുണകരമാണ്. വ്യാഴത്തിന്റെ അതിദേവനായ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകും. വിശാഖത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങളായ പുണർദം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വിശാഖം നാളുകാർക്ക് ഏറ്റവും ഫലപ്രദമായ പരിഹാരങ്ങളിൽ ഒന്നാണ്. ഈ ദിവസം ഉപവസിച്ച് മഹാവിഷ്ണുവിനെയോ മറ്റിഷ്ട ദേവതകളെയോ ഭജിച്ച് മന്ത്രങ്ങൾ ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തി വ്രതം പൂർത്തിയാക്കാം. ഇത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മീയമായ ഉന്നതി നേടാനും സഹായിക്കും. മരം നട്ടുപിടിപ്പിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും വിശാഖം നാളുകാരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൗതികമായ വിജയങ്ങൾക്കൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങളിലും വിശാഖം നക്ഷത്രക്കാർക്ക് താല്പര്യമുണ്ടാകും. ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രയിൽ ഇവർ പലപ്പോഴും ഏർപ്പെടാറുണ്ട്. ഈശ്വര വിശ്വാസമുള്ളവരാണെങ്കിലും അന്ധവിശ്വാസങ്ങളെ ഇവർ പ്രോത്സാഹിപ്പിക്കില്ല. പക്വത പ്രാപിക്കുന്നതോടെ ഇവർ കൂടുതൽ ശാന്തരും ദയാലുക്കളുമായി മാറുന്നു. വ്യാഴത്തിന്റെ പ്രതീകമായി വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുണകരമാണ്. പാവപ്പെട്ടവർക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണങ്ങളോ നൽകുന്നത് വ്യാഴപ്രീതിക്ക് നല്ലതാണ്. നിശ്ചയദാർഢ്യത്തിന്റെ പര്യായമാണ് വിശാഖം നക്ഷത്രം. തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റി വിജയത്തിന്റെ കൊടുമുടി കയറാൻ ഇവർക്ക് സാധിക്കും. അല്പം വാശിയും ദേഷ്യവും നിയന്ത്രിച്ചാൽ വിശാഖം നക്ഷത്രക്കാർക്ക് ലോകമാദരിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ കഴിയും. സ്വന്തം കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുകയും നീതിപൂർവമായ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതം എപ്പോഴും വിജയങ്ങൾ സമ്മാനിക്കും. തങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ഒരു ദീപമായി മാറാൻ ഈ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ സാധിക്കും. വിജയത്തിലേക്കുള്ള യാത്രയിൽ എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും ആ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. പുതിയൊരു സൃഷ്ടിക്കായി, പുതിയൊരു വിജയത്തിനായി. ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായും നിർണ്ണയിക്കുന്നത് അയാളുടെ സാഹചര്യം, വളർത്തൽ, വിദ്യാഭ്യാസം എന്നിവ കൂടിയാണ്. വിശാഖം നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് ദോഷങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം ധന്യമാക്കാം.